വെളിച്ചമാണ് തിരുദൂതർ. പുസ്തകവായന. രചന GK എടത്തനാട്ടുകര. പ്രസാധനം ഡയലോഗ് സെന്റർ, കേരള. വിതരണം IPH ബുക്സ്. അധ്യായം 11. പുതിയ ഭൂമി, പുതിയ ആകാശം. പ്രവാചകൻ മദീനയിൽ കാലുറപ്പിക്കുമ്പോൾ ലോകത്തിലെ 2 സാമ്രാജ്യങ്ങളുടെ കാലിടറുന്നുണ്ടായിരുന്നു. 7 നൂറ്റാണ്ടോളം ലോകത്തിനുമേൽ ആധിപത്യം സ്ഥാപിച്ച റോമും പേർഷ്യയുമായിരുന്നു ആ സാമ്രാജ്യങ്ങൾ. റോമ പേർഷ്യൻ യുദ്ധങ്ങൾ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാ യുദ്ധങ്ങളിലും റോമക്കാർക്കായിരുന്നു പരാജയം. ക്രിസ്താബ്ദം 620 നടന്ന യുദ്ധത്തിലും റോമക്കാരാണ് പരാജയപ്പെട്ടത്. രാഷ്ട്രീയവും മറ്റുമായ പല കാരണങ്ങളാൽ വിശ്വാസികൾ അനുഭാവം പുലർത്തിയിരുന്നത് റോമക്കാരോടാണ്. റോമയുടെ പരാജയം വിശ്വാസികളെ നിരാശപ്പെടുത്തി. ആ സന്ദർഭത്തിൽ വിശ്വാസികളെ സമാധാനിപ്പിച്ചുകൊണ്ട് ദിവ്യ വെളിപാട് ഉണ്ടാവുന്നുണ്ട്. അതൊരു പ്രവചനമായിരുന്നു. വിശുദ്ധ ഖുർആനിൽ 30-ാം അധ്യായത്തിന്റെ തുടക്കം തന്നെ ഈ പ്രവചനമാണ്. ആ അധ്യായത്തിന്റെ പേര് തന്നെ അർ-റൂം അഥവാ റോം എന്നാണ്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ റോമക്കാർ വിജയിക്കും എന്നായിരുന്നു ആ പ്രവചനം. പിന്നീട് റോമ പേർഷ്യൻ യുദ്ധത്തിന്റെ ഗതി മാറി മറിയുന്നതാണ് കാണുന്നത്. ഇറാക്ലിയസിന്റെ നേതൃത്വത്തിൽ നടന്ന പടയോട്ടങ്ങളിലൂടെ റോം വിജയം കണ്ടു തുടങ്ങി. അങ്ങനെ CE 627 നടന്ന നീനവ പോരാട്ടത്തിൽ റോം പേർഷ്യയുടെ മേൽ വിജയം വരിച്ചു. സാധ്യതയില്ലാതിരുന്ന ഒന്നാണ് പുലർന്നിരിക്കുന്നത്. ഇത് പ്രവാചകാധ്യാപനങ്ങളുടെ ദൈവീകതയ്ക്ക് അടിവരയിട്ട സന്ദർഭങ്ങളിൽ ഒന്നായി മാറി. നിരവധി പേർ ഇസ്ലാം സ്വീകരിക്കാൻ അത് പിന്നീട് കാരണമായി. പ്രവാചകൻ മദീനയിൽ പ്രവേശിച്ചതോടെ ഇസ്ലാമിന്റെ പ്രകൃതത്തിലുണ്ടായ പ്രത്യക്ഷ മാറ്റത്തെ കൂടി ഈ സന്ദർഭം അടയാളപ്പെടുത്തുന്നുണ്ട്. ഒരു വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ അന്നത്തെ ഒരു രാഷ്ട്രീയ ശക്തിയുടെ പേരെടുത്തു പറഞ്ഞാണ് പ്രവചനം നടത്തുന്നത്. ഈ രാഷ്ട്രീയ നിരീക്ഷണം ഇസ്ലാമിന്റെ രാഷ്ട്രീയ ഇടപെടലിനുള്ള നാന്ദി കുറിക്കുകയായിരുന്നു എന്നതാണ് വസ്തുത. മാത്രമല്ല 7 നൂറ്റാണ്ടോളം ലോകത്തിനുമേൽ ആധിപത്യം നിലനിർത്തിയ ഒരു ലോകക്രമമാണ് തകർന്നു വീണത്. റോം വിജയിച്ചെങ്കിലും ഒരു വൃദ്ധ സാമ്രാജ്യമെന്ന നിലക്കുള്ള അവശതകൾ കൂടെയുണ്ടായിരുന്നു. നീണ്ട യുദ്ധങ്ങൾ ഉണ്ടാക്കിയ പരിക്ക് പരിഹരിക്കാൻ പറ്റാത്തത്ര ആഴത്തിലുള്ളതുമായിരുന്നു. ഈ അർത്ഥത്തിൽ ഇസ്ലാമിന്റെ വികാസത്തിന് അനുഗുണമായ ഒരു രാഷ്ട്രീയ മാറ്റമാണ് ലോകത്ത് സംഭവിച്ചത് എന്നതും ശ്രദ്ധേയമാണ്. ശക്തിയുടെയും അധികാരത്തിന്റെയും അടിസ്ഥാനത്തിൽ നിലനിന്ന ലോകക്രമമായിരുന്നു അത്. അവിടേക്കാണ് സത്യത്തിന്റെയും ധാർമ്മികതയുടെയും അടിസ്ഥാനത്തിലുള്ള ഒരു ആഗോള രാഷ്ട്രീയ വീക്ഷണം കടന്നു വരുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ വെള്ളി വെളിച്ചം. മദീനയിലേക്കുള്ള ഹിജ്റയ്ക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ടായിരുന്നു. ഒരു പ്രാർത്ഥന പഠിപ്പിച്ചുകൊണ്ട് ദൈവം പ്രവാചകനെ അത് ഉണർത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായം 80-81 വാക്യങ്ങളാണത്. പ്രവാചകരെ, താങ്കൾ പ്രാർത്ഥിക്കുക. എന്റെ നാഥ, നീ എന്റെ പ്രവേശനം സത്യത്തോടൊപ്പമാക്കണമേ, എന്റെ പുറപ്പാടും സത്യത്തോടൊപ്പമാക്കണമേ. എനിക്ക് സഹായകരമായ ഒരു അധികാര ശക്തി തരപ്പെടുത്തി തരണമേ. സത്യം പ്രത്യക്ഷമായിരിക്കുന്നു, അസത്യം മാഞ്ഞുപോയിരിക്കുന്നു. തീർച്ചയായും അസത്യം മാഞ്ഞു പോകുന്നതാകുന്നു. അങ്ങനെ 13 വർഷക്കാലം അനുഭവിച്ച അടിച്ചമർത്തലുകളിൽ നിന്നും മർദ്ദന പീഡനങ്ങളിൽ നിന്നും വിശ്വാസികൾ സ്വതന്ത്രരായി. പുതിയ ഭൂമിയും പുതിയ ആകാശവും അവർക്ക് മുന്നിൽ പ്രത്യക്ഷമായി. ഇനി വേണ്ടത് അത് നിലനിർത്തി പോരാനുള്ള സംവിധാനങ്ങളും വ്യവസ്ഥകളുമാണ്. അങ്ങനെ പ്രവാചകന്റെ നേതൃത്വത്തിൽ അതിനുള്ള ആസൂത്രണങ്ങൾ ആരംഭിച്ചു. മദീനയിൽ ഉണ്ടായിരുന്നത് ഒരു ബഹുസ്വര സമൂഹമാണ്. മുസ്ലിങ്ങളെ കൂടാതെ ബഹുദൈവാരാധകരായ മുശ്രിക്കുകളും ജൂതന്മാരും മദീനയിലെ പ്രബല വിഭാഗങ്ങളായിരുന്നു. ഗോത്രപക്ഷപാതിത്വം അതിന്റെ മൂർധന്യാവസ്ഥയിൽ തന്നെ അവർക്കിടയിൽ നിലവിലുണ്ട്. ബനു നളീർ, ബനു ഖുറൈള, ബനു ഖൈനുഖാ എന്നിങ്ങനെ 8ഓളം ജൂതഗോത്രങ്ങൾ പരസ്പരം പോരടിച്ച് തന്നെ നിലനിന്നിരുന്നു. ഔസ്, ഖസ്റജ് എന്നീ പ്രമുഖ ഗോത്രങ്ങൾ അടങ്ങിയ 10-ലധികം ഗോത്രങ്ങളായി അറബികൾ വിഭജിക്കപ്പെട്ടിരുന്നു. ഗോത്രങ്ങൾ തമ്മിലുള്ള ശത്രുതയും കലഹങ്ങളും തലമുറകളായി നടന്നു വരുന്നുണ്ട്. എല്ലാ അർത്ഥത്തിലും അരാജകത്വം അനുഭവിക്കുകയായിരുന്നു മദീനക്കാർ. ആരോട് പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ അവർക്കറിയില്ലായിരുന്നു. ഈ അർത്ഥത്തിലുള്ള നേതൃപ്രതിസന്ധിയുടെ ശൂന്യതയിലേക്കാണ് പ്രവാചകൻ വരുന്നത്. തേടിയ വള്ളി കാലിൽ ചുറ്റിയ പോലെ അക്കാരണത്താൽ തന്നെ പ്രവാചകന്റെ നേതൃത്വം അംഗീകരിക്കാൻ അവർക്ക് ഒരു പ്രയാസവും ഉണ്ടായില്ല. മാറ്റത്തിന്റെ തറക്കല്ല്.
പ്രവാചകൻ യസ്രിബിനെ അടിമുടി മാറ്റിപ്പണിയാൻ തീരുമാനിച്ചു. ആദ്യമായൊരു പുതിയ പേരു നൽകി. അതോടെ ചരിത്രത്തിലെ യസ്രിബ് വർത്തമാനകാലത്തെ മദീനത്തു നബിയായി മാറി. മദീന എന്നാൽ നഗരം എന്നാണ് അർത്ഥം. യസ്രിബിനെ ചുറ്റിപ്പറ്റിയുള്ള ഓർമ്മകളുടെ ഭൂതകാല പ്രേതബാധയിൽ നിന്ന് മുക്തമാക്കാനാവാം ആ പഴയ പേര് ഉപയോഗിക്കുന്നത് പ്രവാചകൻ വിലക്കി. ആദ്യമായി ഒരു പള്ളിക്ക് തറക്കല്ലിട്ടുകൊണ്ടാണ് മദീനയുടെ നിർമ്മാണം ആരംഭിച്ചത്. വിശ്വാസികൾ ആവേശത്തോടെ പള്ളിപ്പണി തുടങ്ങി. കല്ലും മണ്ണും ചുമന്ന് പ്രവാചകനും അവരോടൊപ്പം ചേർന്ന് പണിയെടുത്തു. മദീന നിവാസികൾക്ക് അതൊരു വിചിത്രമായ കാഴ്ചയാണ്. കാരണം പണിയെടുപ്പിക്കുന്ന നേതാക്കളെ മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. പണിയെടുക്കുന്ന നേതാക്കളെ കണ്ടിട്ടില്ല. പ്രവാചകന്റെ പള്ളി എന്ന അർത്ഥത്തിൽ മസ്ജിദുൻ നബവി എന്ന പേരിലാണത് അറിയപ്പെട്ടത്. അത് ദൈവാരാധനയ്ക്കുള്ള ഒരു പള്ളി മാത്രമായിരുന്നില്ല, മനുഷ്യരുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള പാർലമെന്റ് കൂടിയായിരുന്നു. പള്ളി എന്ന നിലക്ക് ദൈവികമായ ബാങ്ക് വിളിയും നമസ്കാരവുമുണ്ട്. അതോടൊപ്പം ജനകീയമായ പ്രശ്നങ്ങളുടെ ചർച്ചകളും അവയുടെ പരിഹാരങ്ങളുമുണ്ട്. ഒരു ആരാധനാലയത്തെ സംബന്ധിച്ച സങ്കല്പത്തിൽ ഇല്ലാത്തതാണ് ഇതൊക്കെയും. ദൈവവിളി. പള്ളി പണിതതോടെ ആരാധനക്കായി വിശ്വാസികൾ കൂട്ടത്തോടെ വന്നുകൊണ്ടിരുന്നു. നമസ്കാര സമയം ജനങ്ങളെ അറിയിക്കാനുള്ള പുതിയ മാർഗം ചർച്ച ചെയ്തു. ഒടുവിൽ പ്രവാചകന്റെ നിർദ്ദേശപ്രകാരം അദാൻ അഥവാ ബാങ്ക് വിളിയിലൂടെ നമസ്കാര സമയം അറിയിക്കുന്ന സമ്പ്രദായം ആരംഭിച്ചു. പ്രവാചകൻ പറഞ്ഞ പ്രകാരം മസ്ജിദുൻ നബവിക്ക് മുകളിൽ കയറി നിന്ന് ബിലാൽ ആദ്യമായി ബാങ്ക് വിളിച്ചു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ദൈവം തന്നെയാണ് വലിയവൻ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ. വണങ്ങാനും വഴങ്ങാനും അർഹനായി ദൈവമല്ലാതെ ആരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ. മുഹമ്മദ് ദൈവത്തിന്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഹയ്യ അലസ് സ്വലാത്ത്, ഹയ്യ അലസ് സ്വലാത്ത്. നമസ്കാരത്തിലേക്ക് വരുവിൻ. ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ്. വിജയത്തിലേക്ക് വരുവിൻ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ബിലാൽ ആരംഭിച്ച ആ ബാങ്കുലിയുടെ നാദം ഇന്നും നിലക്കാതെ ലോകത്ത് തുടരുകയാണ്. സമയബന്ധിതമായി 5 നേരമാണ് നമസ്കാരം. അതുകൊണ്ട് തന്നെ ബാങ്ക് വിളിയുടെ അലയൊലികളില്ലാത്ത ഒരു നിമിഷവും ഈ ഭൂലോകത്ത് ഇല്ല. ഖിബില മാറ്റം. ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നമസ്കാരം നിർവഹിക്കേണ്ടത്. ദിക്ക് എന്നാണ് ഖിബില എന്ന വാക്കിന്റെ അർത്ഥം. ഹിജ്റയ്ക്ക് ശേഷം ഏകദേശം 17 മാസക്കാലം ബൈത്തുൽ മഖ്ദിസിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞാണ് പ്രവാചകൻ നമസ്കരിച്ചിരുന്നത്. മസ്ജിദുൽ അഖ്സ എന്നറിയപ്പെടുന്നതും ഈ പള്ളിയാണ്. സുലൈമാൻ നബിയുടെ അഥവാ സോളമന്റെ കാലത്ത് പണിതതാണ് ബൈത്തുൽ മഖ്ദിസ് എന്നാണ് കരുതപ്പെടുന്നത്. വിശ്വാസികൾക്ക് പുണ്യം പ്രതീക്ഷിച്ച് തീർത്ഥാടനം അനുവദിച്ച 3 പള്ളികളിൽ ഒന്നാണ് ഇത്. മക്കയിലെ മസ്ജിദുൽ ഹറാമും മദീനയിലെ മസ്ജിദുൻ നബവിയുമാണ് മറ്റു 2 പ്രവാചകന്റെ ജീവിതത്തിലെ വിസ്മയകരവും മഹത്തരവുമായ സംഭവമായിരുന്നു ഇസ്രാഉം മിഅ്റാജും. അത്ഭുതകരമായ ഈ സംഭവം നടക്കുന്നത് ഹിജ്റയ്ക്ക് മുമ്പ് പ്രവാചകൻ മക്കയിലാവുമ്പോഴാണ്. ഈ മഹത്തായ സംഭവത്തിന് ബൈത്തുൽ മഖ്ദിസുമായി ബന്ധമുണ്ട്. മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സ വരെയുള്ള യാത്രയാണ് ഇസ്രാ എന്നറിയപ്പെടുന്നത്. അവിടെ നിന്ന് അദൃശ്യ ലോകങ്ങൾ താണ്ടിയുള്ള ആകാശ പ്രയാണമാണ് മിഅ്റാജ്. 5 നേരത്തെ നമസ്കാരം നിർബന്ധമാക്കിയതും അതിന്റെ രൂപങ്ങൾ പഠിപ്പിക്കപ്പെട്ടതും ഈ സന്ദർഭത്തിലാണ്. ഇത് സംബന്ധമായി വിശുദ്ധ ഖുർആൻ 17-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണാം: തന്റെ ദാസനെ ഒരു രാത്രിയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് നിശായാത്ര ചെയ്യിപ്പിച്ചവൻ എത്രയോ പരിശുദ്ധൻ. നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് അദ്ദേഹത്തിന് നാം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയത്രേ അത്. തീർച്ചയായും അവൻ എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമത്രേ. എന്നാൽ മദീനയിൽ ദൈവിക വ്യവസ്ഥയ്ക്ക് തറക്കല്ലിട്ടതോടെ മദീനയുടെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ ദിശ മാറി തുടങ്ങിയിരുന്നു. ഈ നിർണായക ഘട്ടത്തിലാണ് ദൈവിക നിർദ്ദേശപ്രകാരം കഅബാലയത്തെ ഖിബിലയാക്കിയത്. ഒരു നമസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഖിബില മാറ്റത്തിനുള്ള കൽപ്പന വരുന്നത്. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം 144-ാം വചനത്തിലാണ് ആ കൽപ്പന. നമസ്കാരം സൃഷ്ടാവിനോടുള്ള കൂടിക്കാഴ്ചയാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ഖിബില മാറ്റം എന്നത്. അതിന്റെ പ്രാധാന്യത്തിനാണ് അടിവരയിടുന്നത്. അതോടുകൂടി കഅബാലയത്തെ അഭിമുഖീകരിച്ച് നമസ്കരിക്കാൻ തുടങ്ങി. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. സാഹോദര്യ നിർമ്മാണം. സത്യവിശ്വാസത്തിന്റെ സംരക്ഷണാർത്ഥം നാടും വീടും വിട്ടിറങ്ങിയ 100 കണക്കിന് മുഹാജിറുകൾ മദീനയിലുണ്ട്. അവർ ഉപജീവന മാർഗം തേടി വന്നവരല്ല, ഉള്ള ഉപജീവന മാർഗങ്ങൾ ഉപേക്ഷിച്ചു വന്നവരാണ്.
ജീവനും ജീവിതവും സംരക്ഷിക്കാൻ വന്നവരല്ല, വിശ്വാസവും ആദർശവും സംരക്ഷിക്കാൻ വന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇത് സാധാരണമായ ഒരു അഭയാർത്ഥി പ്രശ്നമല്ല. സ്വാഭാവികമായും ഈ പ്രശ്നത്തിന്റെ പരിഹാരം അസാധാരണ രീതിയിലായിരുന്നു. പ്രവാചകൻ ഈ പ്രശ്നം പരിഹരിച്ചത് നിയമനിർമ്മാണം നടത്തിക്കൊണ്ടല്ല, സാഹോദര്യം നിർമ്മിച്ചുകൊണ്ടാണ്. ആദർശ സാഹോദര്യത്തിന്റെ മഹത്വം അവരെ ബോധ്യപ്പെടുത്തി. അതോടെ അൻസാറുകൾ തങ്ങളുടെ തോട്ടങ്ങളും കൃഷിയിടങ്ങളും കച്ചവട സ്ഥാപനങ്ങളും വീടുകളും വരെ പകുതിയാക്കി മക്കക്കാർക്ക് നൽകി. ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു വിസ്മയമാണ് അൻസാറുകളും മുഹാജിറുകളും. ഒരു കൂട്ടർ ദൈവിക മാർഗത്തിൽ എല്ലാം ത്യജിക്കുന്നു, മറ്റൊരു കൂട്ടർ ദൈവിക മാർഗത്തിൽ ആ ത്യാഗങ്ങളെ വാരിപ്പുണരുന്നു. അതുവരെയും പരസ്പരം അറിയാത്തവർ വരെ ആ കൂട്ടത്തിലുണ്ട്. മനുഷ്യരെല്ലാം ഒരേ മാതാപിതാക്കളുടെ മക്കളാണെന്നാണ് പ്രവാചക പാഠം. അതൊരു സങ്കല്പമല്ല, യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യരെ ചേർത്തുപിടിക്കൽ പുണ്യകർമ്മമാണ്. മനുഷ്യനെ ഒന്നാക്കാനും നന്നാക്കാനുമുള്ള ആദർശത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടിയാവുമ്പോൾ അത് അതിനേക്കാൾ പുണ്യകരമാണ്. യഥാർത്ഥത്തിൽ ഈ വിചാരവും വികാരവുമാണ് മുഹാജിറുകളെയും അൻസാറുകളെയും ഒന്നാക്കി തീർത്തത്. ദൈവരാജ്യ നിർമ്മിതി. മദീനയിലെ മുഹാജിറുകളെയും അൻസാറുകളെയും പ്രവാചകൻ സാഹോദര്യം കൊണ്ട് കോർത്തിണക്കി. എന്നാൽ വിവിധ മതഗോത്ര സമൂഹങ്ങളെ കോർത്തിണക്കാൻ ഉടമ്പടിപത്രം തയ്യാറാക്കുകയാണ് ചെയ്തത്. ഒരുപക്ഷെ ചരിത്രത്തിലെ ആദ്യത്തെ ലിഖിത ഭരണഘടന എന്നതിനെ വിശേഷിപ്പിക്കാം. ഉടമ്പടിപത്രം മദീനയുടെ അടിസ്ഥാന നിയമമായി പരിഗണിക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ അതൊരു സാമൂഹിക കരാറായിരുന്നു. അതിലെ പ്രധാന വ്യവസ്ഥകൾ പ്രകാരം മദീനയിൽ രൂപം കൊണ്ട സാമൂഹിക വ്യവസ്ഥിതിയിൽ ദൈവത്തിന്റെ അധീശത്വം അംഗീകരിക്കപ്പെട്ടു. ഓരോ വിഭാഗവും തങ്ങളുടെ വിശ്വാസങ്ങൾ നിലനിർത്തുകയും മറ്റുള്ളവരുടേതിൽ ഇടപെടാതിരിക്കുകയും ചെയ്യും. ഇവരിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ മറ്റൊരു മൂന്നാം വിഭാഗം ആക്രമിക്കുകയാണെങ്കിൽ മറുവിഭാഗം ആക്രമണ വിധേയരെ സഹായിക്കും. ദേശസുരക്ഷയുടെ കാര്യത്തിൽ മദീനയിലെ 3 വിഭാഗങ്ങളും സംഘടിത ശക്തിയായി പ്രവർത്തിക്കും. മദീനയിൽ വെച്ച് രക്തച്ചൊരിച്ചിൽ പാടില്ലാത്തതാണ്. ഏതെങ്കിലും വിഷയത്തിൽ തർക്കമുണ്ടായാൽ പ്രവാചകന്റെ മധ്യസ്ഥതയിലേക്ക് വിടും. അദ്ദേഹത്തിന്റെ തീരുമാനം അന്തിമമായിരിക്കും. രാഷ്ട്രീയ നീതിന്യായ കാര്യങ്ങളിലെ അവസാന വാക്ക് മുഹമ്മദ് നബിയുടേതായിരിക്കും. ഇങ്ങനെ തുടങ്ങി സമാധാനപരമായി മുന്നോട്ടു പോവാനുള്ള ധാരാളം വ്യവസ്ഥകൾ അതിലുണ്ടായിരുന്നു. മതസ്വാതന്ത്ര്യവും സമാധാനപരമായ സഹവർത്തിത്വവും ഈ ഉടമ്പടി ഉറപ്പുവരുത്തി. യഥാർത്ഥത്തിൽ ഇതിലൂടെ ഒരു ദൈവരാജ്യത്തിന് അടിത്തറ നിർമ്മിക്കുകയാണ് പ്രവാചകൻ ചെയ്തത്. നന്ദി.